മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യൂട്യൂബില് ജീവിത ദുഃഖങ്ങളെക്കുറിച്ച് വിവരിച്ച സമയത്ത് കുറച്ചു പേരെന്നോട് ചോദിക്കുകയുണ്ടായി, സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ സാറ് വളരെ സന്തോഷവാനാണ് എന്ന്. പക്ഷേ സാറിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ച് ഒരു ഹിന്റ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ, വളരെ അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ കണ്ട ദുഃഖങ്ങളെക്കുറിച്ച്, ദുഃഖ സംഭവങ്ങളെക്കുറിച്ച് എൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ 3ാമത്തെ വോളിയത്തിൽ, 3 വോളിയമായിട്ട് എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ടതിൽ 3ാമത്തെ വോളിയത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ വെറുതെ വായിക്കാം. ഒരു 10 മിനിറ്റേ വേണ്ടി വരുള്ളൂ. പിതാവിനെയും മാതാവിനെയും ജീവിതാന്ത്യത്തിൽ വേണ്ടതുപോലെ സംരക്ഷിക്കാൻ സാധിച്ചുവോ എന്ന സംശയം ഇന്നും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കുമുണ്ട്. മാതാപിതാക്കളുടെ പല വേദനകളും ഞങ്ങൾ പങ്കുവച്ചിട്ടില്ലെന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വേദനയോടുകൂടി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിത്യദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരു വേദനയും അറിയിക്കാതെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള പ്രായോഗിക അറിവ് ഞങ്ങൾക്ക് പകർന്ന് തന്നാണ് വളർത്തിയത്. ഞങ്ങളുടെ മാതാപിതാക്കൾ സ്വയം സ്കൂളിൻ്റെ പടി ചവിട്ടാത്ത വ്യക്തികളാണെങ്കിലും അവർ ഞങ്ങളെ വരച്ച വരയിൽ നിർത്തിയില്ല. സ്വയം വരകൾ വരച്ചോളാൻ, ആ വരയിലൂടെ പൊയ്ക്കൊള്ളാനും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു. ജീവിതത്തിൻ്റെ വേദനയും അതുപോലെ ജീവിതത്തിൽ കർമ്മനിരതരാവുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന മഴയും കാറ്റും തണുപ്പും വിശപ്പും അവഹേളനവും അപകീർത്തിയും ഒറ്റപ്പെടുത്തലും പട്ടിണിയും എല്ലാം അനുഭവിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിയത്. അങ്ങനെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള മനോധൈര്യവും ശാരീരിക ബലവും ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ നൽകി. വേദനയുടെ തീനാളത്തിൽ ഉരുകുമ്പോഴും ഞങ്ങൾക്കവർ പ്രകാശം തന്നു. പലതും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു, പക്ഷേ ജീവിതം എന്തെന്നറിയാമായിരുന്നത് അവർ ഞങ്ങളെ പഠിപ്പിച്ചു. ഭർത്താവിനെ സംരക്ഷിക്കാത്ത ഭാര്യയെ പിന്നീട് മക്കൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ എൻ്റെ ബന്ധുക്കളിൽ ഞാൻ കണ്ടു. ക്യാൻസർ വന്ന് പിടഞ്ഞ് അമ്മയുടെ മുന്നിൽ മരിക്കുന്ന മകനെ ഞാൻ എൻ്റെ തറവാട്ടിൽ കണ്ടു. കുഷ്ഠരോഗത്തിൽ നിന്ന് അന്ത്യമോചനത്തിന് ആഗ്രഹിച്ച കോടിപ്രഭു സ്വയം ദർഭപ്പുല്ല് വിരിച്ച് അതിൽ കിടന്ന് വിഷം കഴിച്ച് മരിച്ച ആ വ്യക്തി എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ സ്ഥാപനത്തിൽ ഞാൻ പ്രവർത്തിച്ചു. സ്നേഹം നിറഞ്ഞ 3 സഹോദരങ്ങളുടെ പരസ്പരം സ്നേഹിക്കാൻ അറിയാത്ത മക്കളെ ഞാൻ കണ്ടു. അവർ കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി കോടതിയിൽ കയറിയിറങ്ങുന്നതും ഞാൻ ഇപ്പോഴും കാണുന്നു. അവരുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം താമസിച്ചു. വിവാഹത്തലേന്ന് നിസ്സാരമായി തന്നെ ഒരു കാരണവുമില്ലാതെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് കോളേജിൽ പോയ അഹങ്കാരമുള്ള ഒരു പെണ്ണിൻ്റെ മുഖം ഞാൻ കണ്ടു. ആ ദുഃഖവും ആ പൊതുവേദിയിൽ അവഹേളനവും സഹിച്ച ആ പയ്യന്റെ മാതാപിതാക്കളെയും ഞാൻ കണ്ടു. വിവാഹ ദിവസം തന്നെ വരന്റെ വീട് വിട്ടിറങ്ങി സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് വന്ന
പെൺകുട്ടിയെ ഞാൻ കണ്ടു. ആ പെൺകുട്ടിയെ അഭിനന്ദിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും ഞാൻ കണ്ടു. വേണ്ടതിനും വേണ്ടാത്തതിനും ഭാര്യാപിതാവിനെ നരകയാതന അനുഭവിപ്പിച്ച മരുമകനെ ഞാൻ കണ്ടു. അതേ ഭാര്യാപിതാവിൻ്റെ അവസ്ഥയിൽ ഇന്ന് അദ്ദേഹം ജീവിക്കുന്നത് ഞാൻ കാണുന്നു. കുടുംബത്തിൽ വാശിയും പകയും വളർത്തിയവരുടെ അച്ഛൻ്റെ മക്കൾ ഇന്ന് അച്ഛനെ അതിശക്തമായി വേദന അനുഭവിപ്പിക്കുന്നത് ഞാൻ കാണുന്നു. മിശ്രവിവാഹം കഴിച്ചവരെ അടിമുടി അവഹേളിക്കുന്ന പൂണൂലിട്ട ഒരു ബന്ധുവിൻ്റെ മകൻ്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തിക്കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഈ പൂണൂൽധാരി അതിനെ ന്യായീകരിക്കുന്നതും ഞാൻ കണ്ടു. 3 മക്കൾക്ക് ജന്മം നൽകി ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി ദശാബ്ദങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന പിതാവിനെ ഈശ്വരന് തുല്യം സ്നേഹിച്ച് വാർദ്ധക്യത്തിൽ പരിചരിച്ച് ഈ ലോകത്തോട് യാത്ര പറയും വരെ സംരക്ഷിച്ച നന്മ നിറഞ്ഞ മക്കളുടെ മന്ദസ്മിതവും ഞാൻ കണ്ടു. മാനസിക രോഗിയായി അയൽവക്കത്തുകാരിയെ രോഗത്തെക്കുറിച്ച് പറയാതെ വിവാഹം കഴിപ്പിച്ച് ബന്ധുക്കളുടെ മുമ്പിൽ ആ രോഗി തൂങ്ങി മരിച്ചതിന് ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പ്രവൃത്തി ദൂഷ്യം കൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച മകളെ ജീവിതാന്ത്യം വരെ പോറ്റേണ്ടി വന്ന പിതാവിൻ്റെ മനസ്സും മാതാവിൻ്റെ മനസ്സും ഞാൻ കണ്ടറിഞ്ഞു. വർഷങ്ങളായി ഒരേ ഒരു മകൻ മാതാപിതാക്കളെ ഒരിക്കൽ പോലും സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കാത്തതിൽ നീറുന്ന നിത്യരോഗികളായ മാതാപിതാക്കളുടെ കരച്ചിൽ ഞാൻ ഇന്നും കേൾക്കുന്നു. ഓട്ടിസം വന്ന് മാനസിക വളർച്ചയില്ലാതെ ജീവിക്കുന്ന സുന്ദരിയായ മകളെ തോർത്തമുണ്ടുകൊണ്ട് കഴുത്ത് വരിഞ്ഞു കെട്ടി കൊല്ലാൻ ശ്രമിക്കുന്ന അമ്മയുടെ നെഞ്ചിൻ്റെ പിടച്ചിലിനോടൊപ്പമുള്ള ദീനരോദനം ഞാൻ കേട്ടു. എൻ്റെ കാലം കഴിഞ്ഞാൽ മകളെ നിന്നെ ആര് നോക്കും? നീ ഈ ലോകത്തിൽ നിന്ന് നേരത്തെ യാത്ര പറഞ്ഞു പോകൂ, അമ്മയും കൂടെ വരാം എന്ന് ഓട്ടിസം വന്ന മകളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ അമ്മയുടെ ശബ്ദം തോർത്തമുണ്ടുകൊണ്ട് കഴുത്ത് മുറുക്കി കെട്ടി മകളെ കൊല്ലാൻ ശ്രമിച്ച ആ അമ്മയുടെ ദീനരോദനവും മുഖവും ഞാൻ ഇപ്പോഴും കേൾക്കുന്നു, കാണുന്നു. എൻ്റെ കുട്ടി വർഷങ്ങളോളമായി സാറേ കിടന്ന കിടപ്പിലാണ്. സാറിൻ്റെ കയ്യ് കുട്ടിയുടെ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് അവനെ എഴുന്നേൽപ്പിക്കണം, നടത്തണം എന്ന് പറഞ്ഞ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കിടന്ന കിടപ്പില് നരകയാതന അനുഭവിക്കുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കരച്ചിൽ ഞാൻ കേട്ടു. ഇത്രയും അല്ല ജീവിതത്തിൻ്റെ ഭാഗം, ഇനിയുമുണ്ട്. പ്രഭാഷണങ്ങളിലേക്ക് പോകുമ്പോഴും എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ വിരളമായിട്ടേ പോകാറുള്ളൂ എങ്കിലും പോകുമ്പോഴും എല്ലായിടത്തും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. എൻ്റെ തന്നെ അമ്മാവൻ്റെ മകൾ ഒരിക്കൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ ആ മകള് ഓട്ടിസം വന്ന് കയ്യും കാലും അനക്കാൻ പോലും പറ്റാതെ വായിൽ നിന്ന് വെള്ളം ഊറി വന്ന് 10-15 വയസ്സായിട്ടുള്ള ആ മകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, മാമ, ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാപമാണ് ഇപ്പം അനുഭവിക്കുന്നത്? ഈ കുട്ടി ഏത് ജന്മത്തിൽ ചെയ്ത പാപമാണ് അനുഭവിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാഠിന്യം അറിയണമെങ്കിൽ നിങ്ങളെക്കാൾ ദുഃഖിക്കുന്ന ഒത്തിരി 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 പേര് നമ്മുടെ ചുറ്റുമുണ്ട്, ധാരാളം പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ഒന്ന് കാണുക. വേദനിക്കുന്നവരുണ്ട് ഇഷ്ടം മാതിരി, വിശക്കുന്നവരുണ്ട് ധാരാളം, അനാഥരുണ്ട്, ആരും തിരിഞ്ഞു നോക്കാത്ത വൃദ്ധരുണ്ട്, രോഗികളുണ്ട്. പുറത്ത് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോഴും അകത്ത്
നീറിയുരുകുന്ന ദാരിദ്ര്യത്തിൻ്റെ ക്ലൈമാക്സിൽ കഴിയുന്നവരുണ്ട്. അവരുടെ വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ രോഗം, അവരുടെ അനാഥത്വം വെറുതെ ഒന്ന് കേൾക്കുക, അല്ലെങ്കിൽ കാണുക, അല്ലെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക. അപ്പൊ മനസ്സിലാവും നമ്മളുടെ വേദനയൊന്നും വേദനയല്ല. നമ്മൾ ചെറിയ 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 പോയിന്റുകളിൽ കിടന്ന് കറങ്ങുന്നു. നിത്യദുഃഖത്തിൽ കഴിയുന്ന ആയിരങ്ങളുടെ മുമ്പിൽ നമ്മളുടെ ദുഃഖം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നിങ്ങളോട് എനിക്ക് എന്നും പറയാനുള്ളത്, കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ് എന്നൊരു വാക്ക്, CPA, നമ്മുടെ ദുഃഖവും വേറൊരുവന്റെ ദുഃഖവും തമ്മിൽ താരതമ്യം ചെയ്യാം. അപ്പോഴാണ് നമ്മളുടെ ദുഃഖം കുറയ്ക്കാൻ ഏറ്റവും എളുപ്പ വഴി. സന്തോഷം പങ്കുവെക്കുമ്പോൾ കൂടുന്നു, ദുഃഖം പങ്കുവെക്കുമ്പോൾ കുറയുന്നു. മറ്റുള്ളവന്റെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ലോകത്തിലില്ലാത്ത ഏറ്റവും വലിയൊരു ആശ്വാസമുണ്ടാകുന്നു. എൻ്റെ ദുഃഖം അയാളുടെ ദുഃഖത്തേക്കാൾ എത്രയോ കുറവാണല്ലോ എന്നറിയുമ്പോൾ കിട്ടുന്നൊരാശ്വാസം ഉണ്ടാവും. ദുഃഖങ്ങളും വേദനകളും കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ വഴി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തെക്കുറിച്ച് കേൾക്കുക, കാണുക, കുറച്ച് മിനിറ്റുകളെങ്കിലും ചർച്ച ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ദുഃഖം കുറയാതിരിക്കില്ല. പ്രണാമം, നമസ്കാരം.